ഭാരതീയ സംസ്കാരത്തിന്റെ അതിശയകരമായ ഇന്നലകളിലേക്ക് കൊണ്ടുപോകുന്നവയാണ് ഇവിടുത്തെ പുരാതനമായ ക്ഷേത്രങ്ങൾ. നിർമ്മിതിയും പ്രാർത്ഥനകളും ചരിത്രവും മിത്തുകളുമെല്ലാം ചേർന്ന് വിശ്വാസികളെയും സഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഇവ ഓരോ നാടിന്റെയും അടയാളങ്ങൾ കൂടിയാണ്. അത്തരത്തിലൊരിടമാണ് ഗുജറാത്ത് എന്ന നാട്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മാത്രമല്ല, വ്യത്യസ്തങ്ങളായ സംസ്കാരവും പ്രകൃതി സൗന്ദര്യവുമെല്ലാം ഈ നാടിന്റെ പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടവയാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ പ്രധാനിയായ മൊധേര സൂര്യക്ഷേത്രം. സൂര്യദേവനായി സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഗുജറാത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത കൂടിയാണ്. ചാലൂക്യ വംശം നിർമ്മിച്ച മൊധേര സൂര്യക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്നറിയാൻ ശ്രമിക്കാം. ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് മൊധേര സൂര്യക്ഷേത്രം. പുഷ്പാവതി നദിയുടെ തീരത്ത് BC 1026-നും 27-നും ഇടയിലായി ചാലൂക്യ രാജാക്കന്മാർ നിർമ്മിച്ച ഈ ക്ഷേത്രം മഹത്തായ സംസ്കാരത്തിന്റെയും നിർമ്മിതിയുടെയും ഒരു അടയാളം കൂടിയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ഈ ക്ഷേത്രം സൂര്യദേവന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ്. ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകം കൂടിയാണ് ഈ ക്ഷേത്രം. ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് BC 1024-നും 25-നും ഇടയിലായി മുഹമ്മദ് ഗസ്നി ഈ ക്ഷേത്രം ഉൾക്കൊണ്ടിരുന്ന സാമ്രാജ്യം ആക്രമിച്ചിരുന്നു. ഏകദേശം 20,000-ഓളം സൈനികർ വന്നിട്ടും അവർക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ചരിത്രകാരനായിരുന്ന AK മജുംദാർ പറയുന്നതനുസരിച്ച് ഈ വിജയത്തിന്റെ ഓർമ്മയ്ക്കായാണത്രേ ഈ സൂര്യക്ഷേത്രം നിർമ്മിച്ചത്. ഗുജറാത്തിന്റെ പ്രൗഢി ഉയർത്തുന്ന നിർമ്മിതികളിലൊന്നായി അറിയപ്പെടുന്ന ഈ ക്ഷേത്രം മനോഹരമായ നിർമ്മാണ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ദേവന്മാർ, പക്ഷികൾ, മൃഗങ്ങൾ, പൂക്കൾ തുടങ്ങിയവയെല്ലാം വളരെ മനോഹരമായാണ് ഇവിടെ ചുവരുകളിലും തൂണുകളിലും കൊത്തിവെച്ചിരിക്കുന്നത്. സഭാമണ്ഡപ്, ഗൂഢമണ്ഡപ്, സൂര്യകുണ്ട് എന്നിങ്ങനെ 3 ഭാഗങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ശ്രീകോവിലിനുള്ളിൽ സൂര്യന്റെ പ്രഭാത കിരണങ്ങൾ ഏറ്റവും ആദ്യം എത്തുന്ന വിധത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള നിർമ്മാണമാണ് ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. പകലും രാത്രിയും തുല്യമായി വരുന്ന ദിവസങ്ങളിൽ സുവർണ നിറത്തിലുള്ള സൂര്യകിരണങ്ങൾ പതിക്കുന്ന അതിമനോഹരമായ കാഴ്ച ഇവിടെ കാണാമെന്നതും ശ്രദ്ധേയമാണ്. അതിമനോഹരമായ കൊത്തുപണികളാലും മറ്റും നിർമ്മിച്ചിരിക്കുന്നതാണ് ക്ഷേത്രത്തിന്റെ ഏറ്റവും പുറം ഭാഗമായ ഗൂഢമണ്ഡപം എന്നത്. അന്ന് നിർമ്മിച്ചിരിക്കുന്നതിന്റെ അതേ ഭംഗി ഇന്നും നമുക്കിവിടെ കാണാൻ സാധിക്കും. വ്യത്യസ്ത തരത്തിലുള്ള കൊത്തുപണികൾ ഇവിടെ ചുവരിൽ ധാരാളമുണ്ട്. 52 തൂണുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന പ്രത്യേക മണ്ഡപമാണ് സഭാമണ്ഡപം എന്നത്. പ്രാർത്ഥനകളും മറ്റ് വിശ്വാസപരമായ കാര്യങ്ങളും നടത്തുക എന്ന ലക്ഷ്യത്തിലായിരുന്നു ഇത് നിർമ്മിച്ചത്. 4 വശങ്ങളിലേക്കും തുറക്കുന്ന രീതിയിൽ നിർമ്മിച്ച ഇവയ്ക്ക് മനോഹരമായ കൊത്തുപണികളാണുള്ളത്. വിടർന്നിരിക്കുന്ന താമരയുടെ രൂപവും ഇതിനുള്ളിൽ കാണാമെങ്കിലും തൂണുകളും കമാനങ്ങളും കടന്നു വേണം ഇതിനുള്ളിലെത്താൻ. ചുവരുകളിൽ ശ്രീകൃഷ്ണന്റെ ജീവിതം, രാമായണം, മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളിലെ പ്രധാന സംഭവങ്ങൾ പലതും കൊത്തുപണി ചെയ്തു വെച്ചിട്ടുമുണ്ട്. അക്കാലത്തെ സമ്പന്നമായ നിർമ്മാണ രീതികൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ വർഷത്തിലെ 52 ആഴ്ചകളെ കുറിക്കുന്ന 52 തൂണുകൾ ഈ സഭാമണ്ഡപത്തിൽ കാണാൻ സാധിക്കും. സഭാമണ്ഡപത്തെ താങ്ങി നിർത്തുന്ന ഈ തൂണുകളിൽ പഞ്ചഭൂതങ്ങളെ കാണിക്കുന്ന നിരവധി കൊത്തുപണികൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മൊധേര സൂര്യക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആകർഷണമാണ് ഇവിടത്തെ രാമകുണ്ട് അഥവാ സൂര്യകുണ്ട് എന്നത്. ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള ഈ കുളം തന്നെയാണ് മൊധേര ക്ഷേത്രത്തിന്റെ ചുറ്റോട് ചുറ്റും കല്ലുപാകി നിർമ്മിച്ചിരിക്കുന്ന ഈ കുളത്തിലേക്ക് പടികളിറങ്ങി നമുക്ക് താഴെ വരെ എത്താം. 108 പടികളാണ് കുളത്തിന് താഴെ വരെ എത്തുവാനായി ഇറങ്ങുവാൻ വേണ്ടത്. ഈ പടികൾ ഗണപതി, ശിവൻ, ശീതളദേവി എന്നിവർക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ ദേശീയ പ്രാധാന്യത്തോടെയാണ് ഈ ക്ഷേത്രത്തെ സംരക്ഷിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേക ആരാധനകളും പ്രാർത്ഥനകളൊന്നും തന്നെ നടത്താറില്ല. എല്ലാ വർഷവും 3 ദിവസം വീതം നടത്തപ്പെടുന്ന മൊധേര ഫാൻസ് ഫെസ്റ്റിവൽ ഇവിടത്തെ പ്രധാന ആകർഷണമാണ്. ഉത്തരാർത്ത മഹോത്സവം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ശാസ്ത്രീയ നൃത്തരൂപങ്ങൾ അരങ്ങേറുന്ന ഈ മഹോത്സവം ജനുവരിയിലെ 3-ാം ആഴ്ചയിൽ ഉത്തരായന മഹോത്സവത്തിന്റെ തുടർച്ചയായാണ് ആഘോഷിക്കുന്നത്. പ്രദേശത്തിന്റെ സമ്പന്നമായ ചരിത്രവും സംസ്കാരവും നിലനിർത്താൻ വേണ്ടിയാണ് മൊധേര ഡാൻസ് ഫെസ്റ്റിവൽ നടത്തിപ്പോരുന്നത്.